നമസ്കാരം. ശാലിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ശ്രീലകത്തിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ രൂപം എന്താണ് അലങ്കാരം എന്നുള്ളത് കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ അലങ്കാരം ആ ഒരു ഉണ്ണികൃഷ്ണനെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്. കുറേ പേര് മെസ്സേജ് താഴെ അയച്ചതും കമൻ്റ് ആയിട്ട് അയച്ചതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം വരൂ, എവിടെ പോയിരിക്കുകയാണ് എന്ന് ചോദിച്ചിട്ട്. മനുവേട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല, അമ്പലപ്പുഴയിലായിരുന്നു. അതുകൊണ്ടാണ്. അവിടെയും ഉത്സവം നടക്കുകയായിരുന്നല്ലോ. ഇവിടുത്തെ ഉത്സവത്തിന്റെ ഇടയിൽ തന്നെയായിരുന്നു അവിടുത്തെ ഉത്സവം കൊടിയേറ്റം ഉണ്ടായിരുന്നത്. മീനമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ ആറാട്ട് വരാൻ പാകത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നാക്കമാണ് കണക്കാക്കുക കേട്ടോ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉത്സവം കുംഭമാസത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് കൊടിയേറ്റം വന്നത് കുംഭമാസത്തിലാണ്. മീനത്തിലെ തിരുവോണം മീനമാസം 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്സവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനും പിന്നെ അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസം മുമ്പ് കുറേ ആൾക്കാർ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറയാം കേട്ടോ, ഓരോന്നൊക്കെ ആയിട്ട്. ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അവരിൻ്റെ ദിവസം വന്നാൽ ഉദയാസ്തമന പൂജ ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. പ്രിയ പ്രദീപ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഭഗവാന്റെ ആറാട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ആറാട്ടിനെ ചതുർബാഹു ആയിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമല്ലേ എടുക്കുന്നത്? ഏത് ഭാവത്തിലുള്ള വിഗ്രഹമാണ് ആറാടാൻ കൊണ്ടുപോകുന്നത്? ഒന്ന് വിശദീകരിക്കണേ എന്നാണ്. അതായത് ഗുരുവായൂരപ്പന് വിഗ്രഹം എന്നല്ല പറയാ, വിഗ്രഹം അഞ്ജനക്കൽ വിഗ്രഹമാണ്. പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹം. അത് വലിയ നമ്മൾ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്ന, കളഭ ചാർത്തും ഒക്കെ ചെയ്യുന്ന വിഗ്രഹം. 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം. ദ്വാപരയുഗം കഴിഞ്ഞ് ആ ദ്വാരക കടലെടുത്ത സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ആ വിഗ്രഹം. അതാണ് നമ്മൾ കണ്ടു തൊഴുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം. അതല്ലാതെ 2 തിടമ്പുകളാണ് ഉള്ളത്. തിടമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഉണ്ടാവുക. 2 തിടമ്പ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും കേട്ടോ. തിടമ്പ് മഹാക്ഷേത്രങ്ങളിലെല്ലാം തിടമ്പാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക. ഗുരുവായൂരപ്പന് ഒന്ന് പഞ്ചലോഹ തിടമ്പും ഒന്ന് പൊന്നിൻ തിടമ്പുമാണ് കേട്ടോ. അപ്പൊ ആ പൊൻതിടമ്പാണ് എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് 3 നേരത്തെ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. എല്ലാ ദിവസവും 3 തവണയാണ് ഭഗവാന് ശിവേലി നടക്കാറുള്ളത്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അല്ല, രാത്രി. ഇതിലത്തെ ഉച്ചശിവേലി വൈകുന്നേരം നട തുറക്കുമ്പോഴാണ്. അതിന് കാരണം ശ്രീ ഗുരുവായൂരപ്പൻ ഇവിടുന്ന് അമ്പലപ്പുഴയ്ക്ക് പാൽപ്പായസം സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണെന്ന് പറയാറുണ്ടല്ലോ ഞാൻ. അപ്പോൾ ഇതിലെ ആറാട്ട് ദിവസം എഴുന്നള്ളിച്ച ആ ഒരു തിടമ്പ് നിങ്ങൾ ആ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസത്തെയും തിടമ്പ്, പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് കാണുന്ന തിടമ്പ് അത് പൊൻതിടമ്പാണ്. എന്നാൽ ആറാട്ട് ദിവസം മാത്രം പഞ്ചലോഹ തിടമ്പാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് എഴുന്നള്ളിക്കുന്നതാണെങ്കിലും ആറാട്ടിനായിട്ട് എഴുന്നള്ളിക്കുന്നതാണെങ്കിലും ഈ ഒരു പഞ്ചലോഹ തിടമ്പാണ്. അത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിലാണ് ഭഗവാന്റെ ആ ഒരു ആറാട്ട് നടക്കുന്നത്. കൃത്യമായിട്ട് വിശദമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു തിടമ്പിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ 4 തൃക്കൈകളോടുകൂടി നമ്മുടെ ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ അങ്ങനെ എല്ലാ മൂർത്തികളെയും ഞാൻ മനസ്സിലാക്കുന്നത് ഏത് ക്ഷേത്രത്തിലെ, ഏത് മഹാക്ഷേത്രത്തിലെ ഏത് മൂർത്തി വിഗ്രഹമാണോ അതേമാതിരി തന്നെയാണ് തിടമ്പും ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെന്ന് ഞാൻ ധരിച്ചിരിക്കണം കേട്ടോ. എന്തായാലും ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അതേ രൂപത്തിലാണ് ഈ 2 തിടമ്പുകളും ഉള്ളത്. ഇത് നമുക്ക് എല്ലാ ദിവസവും കാണാൻ സാധിക്കുമോ ചോദിച്ചാൽ ഭഗവാന്റെ ഇടത്തും വലത്തും അങ്ങനെ തിടമ്പുണ്ട്. അതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പോൾ പഴയ പോലെ കുറേ നേരം നിന്ന് തൊഴാനൊന്നും പറ്റില്ലല്ലോ. 1 മിനിറ്റൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനെ കാണുമോ അതോ തിടമ്പ് നോക്കുമോ എന്തൊക്കെയാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് കാണാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്നാലും അവിടെ തിടമ്പുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പിളി നായർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ വെളുപ്പിനെ ഏതൊക്കെ കീർത്തനങ്ങളാണ് വെക്കുന്നത് എന്ന്.
ഇവിടെ 2:30 മുതൽ 4:30 മണി വരെയാണ് രാവിലത്തെ ആ ഒരു ഉച്ചഭാഷിണിയിലൂടെ ഉള്ള കീർത്തനങ്ങൾ ആലപിക്കൽ. അത് നാരായണീയവും അതുപോലെ ജ്ഞാനപ്പാനയും ഹരിനാമ കീർത്തനവും ഇത് മൂന്നും വെക്കാറുണ്ട്. 2 മണിക്കൂറാണ് ഇതിൻ്റെ ആ ഒരു സമയം. പീലീലയുടെ ആ ഒരു ശബ്ദമാധുര്യത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. നാരായണീയാണെങ്കിലും ജ്ഞാനപ്പാനയാണെങ്കിലും ഈ ഹരിനാമ കീർത്തനാണെങ്കിലും ഇത് മൂന്നും നല്ല രസകരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ട് തോന്നുക ഈ വെളുപ്പിനുള്ള 2:30 മണി തൊട്ട് 4:30 മണി വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കേൾക്കണം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക സ്വർഗീയ അനുഭവം എന്നൊക്കെ പറയില്ലേ. അത് ഒരിക്കലെങ്കിലും എല്ലാവർക്കും സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് സുജാത പി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓൺലൈനായിട്ട് താമ്പൂല നിവേദ്യം ബുക്ക് ചെയ്യാൻ അഡ്രസ്സ് പറഞ്ഞു തരുമോ? 41 ദിവസമാണെന്ന്. ഓൺലൈനായിട്ട് നമ്മൾ വെബ്സൈറ്റിലൂടെയാണ് കേട്ടോ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. പല ആളുകളും ചോദിക്കാറുണ്ട് നമ്പർ തരുമോയെന്ന്. നമ്പറിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്ന സംവിധാനം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരുവിധ എല്ലാ വഴിപാടുകളും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. www.guruvayurdevasamim.in എന്ന ID-യിലൂടെയാണ് കേട്ടോ നമുക്കത് ചെയ്യാൻ പറ്റുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകൾ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ മൂന്നുവിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ് കൂടുതൽ കമൻറ്റുകൾ അല്ലെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ യൂട്യൂബിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കഴിവതും യൂട്യൂബിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കൂ. കാരണം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ചിലപ്പോൾ എൻ്റെ ഒന്നും ഓട്ടം എത്തുന്നില്ല. ചിലതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും റാൻഡംലി ഞാൻ കണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മിക്കവാറും ഞാൻ കാണാറില്ല. അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത. കുറേ ആൾക്കാർ ഒഫെൻസീവായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അത് ശ്രദ്ധിക്കണം കേട്ടോ. യൂട്യൂബിൽ കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, സൈതമോളെ, ഞാൻ ഇന്ന് ഉത്സവത്തിന് ഗുരുവായൂർ വന്നിരുന്നു. കുറേ ദിവസം മുമ്പത്തെ കമൻറ്റാണ്. അഭയ് എന്ന ID-യിൽ നിന്നാണ്. അവിൽ ഷീട്ടാക്കാൻ ആഗ്രഹമുണ്ട്. കൗണ്ടറിൽ പോയി കളഭം, അവിൽ എന്നിവ പറഞ്ഞപ്പോൾ കളഭം മാത്രമാണ് കിട്ടിയത്. അവിൽ ഇല്ല എന്ന് പറഞ്ഞു. അവിൽ ഏത് സമയത്താണ് ഷീട്ടാക്കേണ്ടത്? വളരെ നേരത്തെ ഷീട്ടാക്കണം. രാത്രി അത്താഴ പൂജയ്ക്കാണ് അപ്പം, അട, അവിൽ തുടങ്ങിയ നിവേദ്യങ്ങൾ ഗുരുവായൂരപ്പനുള്ളത്. ഇത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രം ഉണ്ടാകുന്ന വഴിപാടുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് നേരത്തെ തന്നെ ഷീട്ടാക്കണം. രാവിലെ കൗണ്ടർ തുറന്ന ഉടനെ 5 മണി ആ സമയത്തോ അതല്ലെങ്കിൽ തലേദിവസം രാത്രിയിലോ നമ്മളിത് ഷീട്ടാക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. അതുപോലെ തന്നെ പാലട പായസം ഷീട്ടാക്കണമെങ്കിലും നമ്മൾ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് പാലട കിട്ടുള്ളൂ. ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം വരുന്ന വഴിപാടുകൾ നമ്മൾ ഷീട്ടാക്കുമ്പോൾ മുൻകൂട്ടി തന്നെ പറയണം കേട്ടോ. അടുത്തത് വിജയ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര മണിക്കാണ് കൃഷ്ണനാട്ടംകളി? രാത്രി 10:30 മണി തൊട്ട് 1:30 മണി വരെയാണ് കൃഷ്ണനാട്ടംകളി ഉണ്ടാവുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനാട്ടംകളി ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലാണ്. ഇനി ഏപ്രിൽ മെയ് വരെയുള്ളൂ കേട്ടോ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടംകളിക്ക് അവധിയാണ്. അപ്പോൾ ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് കൃഷ്ണനാട്ടംകളി ഉണ്ടാവുക. ഏപ്രിലും മെയ്യിലും കൃഷ്ണനാട്ടംകളിയുടെ ദിവസങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ദിവസത്തേക്കാണോ ബുക്ക് ചെയ്യേണ്ടത് ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ട് വന്ന് കണ്ടു തൊഴുതോളൂ കേട്ടോ. അടുത്തതായിട്ട് റീത്ത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഇരുമ്പ് കൊണ്ടുള്ള തുലാഭാരം എന്തിനുള്ള വഴിപാടാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? അങ്ങനെയല്ലേ, ഇന്ന കാര്യത്തിന് വേണ്ടി എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ്. ഭക്തൻ എന്തുകൊണ്ട് തുലാഭാരം നേരുന്നോ അതുകൊണ്ട് തന്നെയാണ് തുലാഭാരം നടത്തേണ്ടത്. അതല്ലാതെ വേറെ ഒരു വസ്തുവും അതായത് മാറ്റി പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇരുമ്പ് കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപസ്മാര രോഗം വരുന്ന ആൾക്കാർക്ക് ഇരുമ്പ് കൊണ്ട് തുലാഭാരം തൂക്കി നോക്കൂ, നിങ്ങൾ എന്തായാലും വ്യത്യാസം വരും, ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞിരുന്ന ലോജിക്ക്, നമുക്കങ്ങനെ അപസ്മാര രോഗികൾക്ക് താക്കോലൊക്കെ കയ്യിൽ പിടിക്കാൻ കൊടുക്കാറില്ലേ, അതിൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇരുമ്പ് കൊണ്ട് തുലാഭാരം ചെയ്തു നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന്. അപ്പം അത് ഏത് വേണം ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഭക്തൻ്റെ മാത്രം ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിന് 3 വയസ്സായി. ഗുരുവായൂരിൽ ചോറൂണ് നടത്താൻ നേർന്നിരുന്നു, പക്ഷേ ഇതുവരെ പോവാൻ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് ശരൺ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്.
എത്ര വയസ്സിൽ വേണമെങ്കിലും ചോറ് കൊടുക്കാം കേട്ടോ. ചോറൂണിന് ഇവിടെ സമയപരിധികളില്ല. ഏത് സമയത്ത് വേണമെങ്കിലും, എത്ര വയസ്സ്, 25 വയസ്സായാലും നമുക്ക് ചോറ് കൊടുക്കാൻ. നേർന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും കുട്ടിയും കൂടി വന്നിട്ട് ചോറ് കൊടുക്കേണ്ടതാണ്. ഇപ്പം ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മൾ മടിയിലിരുത്തി ചോറ് വായിൽ വെച്ച് കൊടുക്കുക, അങ്ങനെയാണല്ലോ പതിവ്. കുറച്ച് വലിയ പ്രായമൊക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഇലയിട്ട് അവിടുന്ന് ഊണ് കൊടുക്കും. ഈ ചോറ് കൊടുക്കുന്ന ചോറൂണിൻ്റെ അതേ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയേ കൊടുക്കുള്ളൂ കേട്ടോ. വല്ലാതെ എരിവൊക്കെയുള്ള സദ്യയൊന്നും അല്ല കൊടുക്കുക. അന്നം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ പായസം ഇതൊക്കെ കൂടി വിളമ്പും ആ ചോറൂണ് ഇലയിൽ. അതൊക്കെ ആ കുഞ്ഞ് തന്നെ നേരിട്ട് കഴിക്കുക. അതായാലും ചോറൂണായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ ഇവിടെ ചോറ് കൊടുക്കാൻ ഇന്ന സമയം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. അപ്പം ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, ഭഗവാന് പക്ഷാഭേദങ്ങളില്ല എന്നാണല്ലോ നമ്മൾ പറയുക. ഞാനിങ്ങനെ നെയ്വിളക്ക് ചീട്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഭഗവാൻ അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ഭക്തരും ഒരുപോലെയാണ്. ആര് പ്രവേശിക്കുകയാണെങ്കിലും ഒരുപോലെയാണ്. നമ്മൾ നെയ്വിളക്കാണെങ്കിലും സ്റ്റാഫ് ക്യൂ ആണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പക്ഷാഭേദങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഭഗവാന് ഒരു ദുഷ്ടൻ ഭഗവാനെ വിളിക്കുകയാണ്, ഒരു നല്ല വ്യക്തി ഭഗവാനെ വിളിക്കുകയാണ്. ഇതിൽ എന്തായിരിക്കും വ്യത്യാസം? രണ്ടുപേർക്കും ഭഗവാനോടുള്ള ഡെഡിക്കേഷൻ ഒരുപോലെയാണ്, ഭക്തിഭാവം ഒരുപോലെയാണ്, നല്ല ഭക്തനാണ്. പക്ഷെ ദുഷ്ടത ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ദുഷ്ടതയ്ക്ക് നിൽക്കാൻ അല്ലെങ്കിൽ അത് പിടിക്കപ്പെടാതിരിക്കാനാണ് ഭഗവാനെ വിളിക്കുന്നത്. മറ്റാള് വിളിക്കുന്നത് അങ്ങനെയല്ല, അവർ ദുഷ്ടതരൊന്നും ചെയ്തിട്ടില്ല, അപ്പം അതുകൊണ്ടല്ല എന്ന്. അപ്പം ഇതിൽ ആരെയാണ് ഭഗവാൻ സപ്പോർട്ട് ചെയ്യുക? എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാവരെയും ഭഗവാൻ ഒരുപോലെ സ്നേഹിക്കും എന്നാണ് പറയുന്നതെങ്കിൽ അത് ശരിയാവില്ലല്ലോ. ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാർക്ക് ഭയങ്കരമായിട്ട് ശക്തി കൂടില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ശ്രീരാമദേവൻ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ആരായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാദേവനായിരുന്നു. മഹാദേവന്റെ പരമഭക്തൻ ആരാന്ന് ചോദിച്ചാൽ സംശയം കൂടാതെ പറയാൻ പറ്റും ശ്രീരാമനാണെന്ന്. അതേപോലെ തന്നെയാണ് മഹാദേവന്റെ ഉപാസകൻ തന്നെയായിരുന്നു രാവണനും. രാവണന്റെ ഭക്തിക്ക് മുമ്പിൽ എന്താ പറയുക, ചരിത്രം തലകുനിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഭക്തിഭാവമായിരുന്നു രാവണൻ ബ്രാഹ്മണനായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉത്തമ രീതിയിൽ മഹാദേവനോടുള്ള ആ ഒരു ഭക്തി കാണിക്കാനുള്ള എല്ലാ ഉപാസനകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും കൈലാസത്തിൽ നേരിട്ട് ചെല്ലാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പരമഭക്തനായ രാവണനെ തോൽപ്പിക്കാൻ രാമനോടുകൂടെ കൂട്ടുനിൽക്കുമോ മഹാദേവൻ എന്ന ഒരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും കൂട്ടുനിൽക്കും. കാരണം ഇതിൽ ആർക്കാണ് നീതി ലഭിക്കേണ്ടത്? ആരാണ് സത്യസന്ധതയോടുകൂടി ദുഷ്ടവിചാരങ്ങൾ ഇല്ലാതെ ഭഗവാനെ സമീപിക്കുന്നത്? അവരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ഒരാളെ നശിച്ചു പോകണം അല്ലെങ്കിൽ ഇല്ലാണ്ടാവണം എന്ന രീതിയിൽ ഭഗവാനെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, മറ്റാൾ ഒന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മറ്റാൾ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ഭഗവാൻ ആരെയും അനുഗ്രഹിക്കുക? തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നത് ആ ഒരു നിഷ്കളങ്കമായ ഭക്തി ആരിലാണോ കാണുന്നത് അവരെ തന്നെയായിരിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു തത്വം മാത്രമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി.